ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടിട്ടുണ്ടോ? വലിയ മഹാനാണ്. തഫ്സീറിൻ്റെ ലോകത്ത്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലോകത്ത് അറിയപ്പെട്ടൊരു മഹാനാണ്. ആ മഹാന് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷം ഈ സൂറത്തങ്ങ് പാരായണം ചെയ്യും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ് ഞാൻ അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ചൊല്ലുകയും ചെയ്യും. അടുത്ത വെള്ളിയാഴ്ച, അടുത്ത 7ാമത്തെ ദിവസത്തിനുള്ളിൽ ഞാനിങ്ങനെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടും. അതെൻ്റെ അനുഭവമാണ്. എനിക്ക് നല്ല റാഹത്തുണ്ടാകാറുണ്ട് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കും വേണമെങ്കിൽ ഈ അമൽ ചെയ്യാവുന്നതാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അവിടുത്തെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ കാരണമായ ആ സൂറത്തിനെക്കുറിച്ചും ആ ഇസ്മിനെക്കുറിച്ചൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്, പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇത് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു അമലും കൂടെയുണ്ട് അതിൻ്റെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ചെയ്തു നോക്കാം. നമ്മുടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടക്കാൻ വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മുറാദുകളൊക്കെ നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താൻ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റയുടെ ID കിട്ടും. അവിടെ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ ഉതകുന്ന ആ അത്ഭുതകരമായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത് സൂറത്തുമല്ല, ഒരുപാട് ആളുകൾക്ക് ജോലി നേടിക്കൊടുത്ത, എത്രയോ ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ കാരണമായ, സ്വന്തം ഇണയുടെ അടുത്തേക്ക് ഒരിക്കലും പോകാനുള്ള വഴികൾ തുറന്നു കിട്ടൂല എന്ന് കരുതിയിരുന്നവരൊക്കെ ഈ ഒരു അമല് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് എത്താൻ കാരണമായ അത്ഭുതകരമായ സൂറത്ത് നമുക്കൊക്കെ അറിയാം. മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹാണ്. സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി അമലുകൾ പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണിത്. അത് നമുക്ക് സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് മനസ്സിലാക്കാം. സൂറത്തുൽ ഫത്ഹ് സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു. ആ സൂറത്ത് ഇഹലോകത്തേക്കാളും അതിലുള്ള സകല വസ്തുവിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് ആ സൂറത്ത്. അങ്ങനെയുള്ളൊരു സൂറത്ത് ഈ രാത്രിയിൽ അവതരിച്ചു. മറ്റൊരു ഹദീസിലുള്ളത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സൂര്യൻ ഉദിക്കുന്നത് ഏതെല്ലാം വസ്തുക്കളുടെ മേലിലാണോ അവയേക്കാളെല്ലാം എനിക്ക് പ്രിയങ്കരമാണ് സൂറത്തുൽ ഫത്ഹ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഞാൻ ആ ഹദീസിൻ്റെ ഭാഗങ്ങളിൽ ഹബീബായ തങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഓതി കേൾപ്പിക്കുന്നുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്ന് പറഞ്ഞിട്ട്. സൂറത്തുൽ ഫത്ഹ് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ സൂറത്താണ്, സക്സസിൻ്റെ സൂറത്താണ്. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മൾ കച്ചവടം തുടങ്ങുന്നു, നമ്മുടെ ഷോപ്പ് ഇനാഗുറേഷൻ ചെയ്യുന്നു, നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നു, വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സൂറത്തുൽ ഫത്ഹ് അന്നത്തെ ദിവസം പ്രഭാതത്തിൽ സുബഹി നിസ്കാരത്തിന് ശേഷം ഓതിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം അഹമ്മദും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിലോ ഹുദൈബിയയിലോ പങ്കെടുത്തവരാരും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു മഹത്വമാണ്. എന്നാൽ വല്ലവനും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മക്കം ഫത്ഹ് യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ നോക്കൂ, സൂറത്തുൽ ഫത്ഹിൻ്റെ ഒരു മഹത്വമാണത്. സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ, നമ്മൾ റമളാൻ മാസത്തിലൊക്കെ നമുക്കൊക്കെ അറിയാം, റമളാനിൻ്റെ ആദ്യ രാത്രിയിലെ നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊല്ലം മുഴുവനും അള്ളാഹു അയാൾക്ക് സുരക്ഷിതത്വം നൽകും, അള്ളാഹുവിൽ നിന്ന് സഹായം അവനക്കുണ്ടാകും. തഫ്സീർ റൂഹൽ ബയാനിലൊക്കെ ഇത് കാണാം. നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പലരും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ അവസരം നഷ്ടപ്പെട്ടു, കഴിഞ്ഞ വർഷത്തെ അവസരം നഷ്ടപ്പെട്ടു. ഇനി അടുത്ത് വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നവർ എഴുതി വെക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞത്. റമളാനിൽ ആദ്യ രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തിലും ഫാത്തിഹ ഇന്ന ഫതഹ്നാലക ഫത്ഹു മുബീന എന്നുള്ള സൂറത്ത് ഓതണം. സലാം വെട്ടി കഴിഞ്ഞിട്ട് ഇന്നാ അൻസൽനാഹു എന്നുള്ള 10 പ്രാവശ്യം ചൊല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്തും ചൊല്ലണം. ഇങ്ങനെയുള്ള ഒരു അമലൊക്കെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. അതിലൊക്കെ ചേർത്തി പറഞ്ഞ ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫത്ഹ് എന്നുള്ളത്. ഒരു വലിയ മഹാന് ഈ സൂറത്തുൽ ഫത്ഹിന് അവർക്ക് ലഭിച്ച വലിയ മഹത്വങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലും സൂറത്തുൽ ഫത്ഹ് ചേർത്ത് പിടിക്കുക. ഡെയിലി സൂറത്തുൽ ഫത്ഹ് ഓതുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാനൊക്കെ അത് കാരണമാകും. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് പ്രിയമുള്ളവരെ നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത്? അത് നല്ല മഹത്വമുള്ള സൂറത്താണ്. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ അനുഗ്രഹങ്ങൾ നൽകും. എല്ലാ നന്മകളുടെ പൂട്ടും നന്മകളുടെ വാതിലുകളും അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ്. ഇതെങ്ങനെ ദുർബലനാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ അയാൾ പ്രബലനായി മാറും. നിന്ദ്യനാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ അവന് നല്ല ശ്രേഷ്ഠനായിട്ട് മാറും. തൊപ്പിയിട്ടവനാണ് ഇനി ഓതുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മളുടെ അടുക്കൽ ഇവിടെ നേരിട്ട് കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ എക്സാം ഉസ്താദ് ഞാൻ നീറ്റ് കുറേ എഴുതി, എനിക്ക് കിട്ടിയിട്ടില്ല. പഠിക്കണം കേട്ടോ, പഠിക്കലോട് കൂടെ നമ്മൾ സ്പിരിച്വാലിയും കൂടി അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നന്നായിട്ട് പഠിക്കുക, അതോടുകൂടി ഇതൊക്കെ ചെയ്യാൻ നല്ല ഫലം ഉണ്ടാകും. അപ്പോൾ ഉസ്താദ് കുറേ സപ്ലി എഴുതി കിട്ടുന്നില്ല, ഇനി ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളിതൊന്നും ചെയ്തു നോക്കും, നല്ല റിസൾട്ട് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ തൊപ്പിയിട്ടവൻ, ഒരു നിലക്കും വിജയം സാധ്യമാകാത്ത ആളുകൾ സൂറത്തുൽ ഫത്ഹ് ഈ രൂപത്തിൽ ആത്മാർത്ഥമായി ചെയ്തു നോക്കുക, നല്ല ഫലം ഉണ്ടാകും. പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ കയ്പുനീറുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, അങ്ങേറ്റം ബുദ്ധിമുട്ടിലായവർ, അവർക്കൊക്കെ ഈ സൂറത്ത് ഓതാവുന്നതാണ്. കടക്കാരൻ, അപ്പോൾ ഏത് ആളുകൾക്കും നമുക്ക് പതിവാക്കാവുന്നതാണ്. കടവുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവർ ഈ സൂറത്ത് സ്ഥിരമായി പതിവാക്കുക. അള്ളാഹു വിജയത്തിൻ്റെ ഒരു കവാടം അവന് തുറന്നു കൊടുക്കും. ജയിലിലകപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് സൂറത്തുൽ ഫത്ഹ് ധാരാളമായി പാരായണം ചെയ്യാവുന്നതാണ്. ദുരിതമുള്ളവൻ്റെ ദുരിതങ്ങൾ അകലാനും ഈ സൂറത്തിൻ്റെ അപാരമായ ഗുണങ്ങൾ അതൊക്കെയാണ്. അത്ഭുതകരമാകുന്ന, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എത്രയോ മഹത്വങ്ങളുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് ദുനിയാവിലുള്ളതിനേക്കാളും കിട്ടുന്നതിനേക്കാളൊക്കെ ഏറ്റവും ഹൈറായത്
സൂറത്തുൽ ഫത്ത് ആണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ. നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഒരു വലിയ മഹാൻ പറയുന്നത്, അവർക്ക് എന്തു കാര്യം സാധിക്കാനുണ്ടെങ്കിലും അവർ ഏത് ദുരിതമകലാനും സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യലാണ് എന്ന്. അങ്ങനെയാണ് നമ്മളും പലരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് നീങ്ങിപ്പോകാനുണ്ടെങ്കിലും എന്ത് നേടിയെടുക്കാനുണ്ടെങ്കിലും സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യാം. എത്ര തവണയാണ് ഓതേണ്ടത്? അതൊരു 21 അല്ലെങ്കിൽ 21 തവണ 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ 21 ദിവസം കൊണ്ടോ ഓതാ. 3 ദിവസം കൊണ്ട് ഒരു ദിവസം 7 വീതം വെച്ച് 7, 3, 21. 7 ദിവസം കൊണ്ട് ഒരു ദിവസം 3 വെച്ച് ഓരോ ദിവസത്തിലും ഓതി 21 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുക. ഒരൊറ്റ ദിവസം 21 ഓതി പൂർത്തീകരിക്കുക. 21 തവണ ഓതുന്നതിനെക്കുറിച്ച് ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ യാ ഫത്താഹു എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് അതിൻ്റെ അതത് 489 ആണ്. അതിനനുസരിച്ച് ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ നേരിട്ട് കഴിഞ്ഞാൽ അവർ ജുമുഅ നിസ്കാരത്തിന് ശേഷം 7 തവണ സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ജുമുഅയുടെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ച ശേഷം ആണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ യാ ചേർത്തിയിട്ട് യാ ഫത്താഹു യാ അള്ളാ അല്ലെങ്കിൽ യാ ഫത്താഹു എന്നുള്ളത് അത് അതിൻ്റെ അബ്ജദിൻ്റെ എണ്ണം അനുസരിച്ച്, അബ്ജദ് ഹവ്വസുഹത്തി കലമൻ സാഫസ് ഖറഷത്ത് സഹീദ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഓരോ അക്ഷരങ്ങൾക്കും ഒരു മൂല്യങ്ങളുണ്ട്. അപ്പോൾ ഫത്താഹ് എന്നുള്ളതിൻ്റെ ആ മൂല്യം എടുത്തു നോക്കുമ്പോൾ 489 നമുക്ക് കിട്ടുക. അങ്ങനെ 489 തവണ യാ ഫത്താഹ് എന്ന് യാ ചേർത്തിയിട്ട് ചൊല്ലുക. അങ്ങനെ ചൊല്ലിയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ ജുമുഅ വരെ എല്ലാ ദിവസവും ളുഹർ നിസ്കരിച്ച ശേഷം ഇതേപോലെ മഹാനവറുകൾ ചെയ്യും. ആ ചെയ്യുന്നതിനിടയിൽ ഭൗതിക സംസാരങ്ങളൊന്നും സംസാരിക്കാറില്ല. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലാണ്. അങ്ങനെ ചെയ്ത് ഭൗതികമായ ജോലികളൊന്നും ചെയ്യാറില്ല, ഭൗതികമായ ചിന്തകളൊന്നും ചിന്തിക്കാറില്ല. ഇങ്ങനെ 7 ദിവസം ചെയ്യുമ്പോഴേക്ക് മഹാനരായ റാസി ഇമാമിൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുമ്പിൽ എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും തുറന്നു കൊടുത്തിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നത് ചില കിതാബുകളിലൊക്കെ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, മഹാന്മാർക്ക് ഇതുകൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 രൂപത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മളെപ്പോഴും പറയാറുള്ള ഒരു അമല് 21 ദിവസം 21 തവണ സൂറത്തുൽ ഫത്ത് ഓതുന്ന ഒരു അമല്. അത് കഴിഞ്ഞ ഉടനെ യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് 489 ആണ്. യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആയത് അതിനനുസരിച്ച് ചൊല്ലുന്ന രൂപമാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് വെള്ളിയാഴ്ച സൂറത്തുൽ ഫത്ത് 7 തവണ ജുമുഅയ്ക്ക് ശേഷം സഹോദരിമാരൊക്കെയാണെങ്കിൽ അവരുടെ ളുഹർ നിസ്കാരത്തിന് ശേഷം 7 തവണ ചൊല്ലുക. എന്നിട്ട് യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ആ ഇസ്മ ചൊല്ലുക. അതിന് ആ ചൊല്ലുന്നതിൻ്റെ ഇടയിലൊന്നും സംസാരിക്കരുത്. അങ്ങനെ പിറ്റത്തെ ദിവസം ശനിയാഴ്ച ഇതേപോലെ ചൊല്ലുക. ശനിയാഴ്ച ചൊല്ലുമ്പോൾ ഇങ്ങനെ 7 തവണ തന്നെ ചൊല്ലണം സൂറത്തുൽ ഫത്ത്. യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മും ചൊല്ലണം. അങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിയാൽ അവൻ്റെ ഏതു കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ഇവിടെ നോക്കൂ, അങ്ങനെ ചെയ്ത് അത് ചെയ്യുമ്പോഴേക്ക് ഉദ്ദേശം നിറവേറുന്നു, അത് സാധിച്ചു കിട്ടുന്നു എന്ന് തഫ്സീറിൻ്റെ ലോകത്ത് അറിയപ്പെടുന്ന മഹാനരായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. എത്രയോ ആളുകൾ വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ യഥാർത്ഥത്തിൽ ഇത്തരം അമലുകളൊക്കെ കാരണമാകും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ അങ്ങ് തുറന്നു തരും. നിങ്ങൾ നോക്കൂ, അസ്മാഉൽ ഹുസ്നയൊക്കെ കാണാതെ പഠിക്കണം. അതിനി കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത്. എല്ലാവർക്കും അസ്മാഉൽ ഹുസ്ന അറിയാം. അറിയുന്നവർ അതിൻ്റെ ചെറിയ അർത്ഥമെങ്കിലും പഠിക്കണം. ചെറിയ അർത്ഥങ്ങൾ പഠിച്ചവർ അതിൻ്റെ ആശയതലങ്ങളിലേക്ക് പതുക്കെ ഇങ്ങനെ ചെന്ന് നോക്കുക. ഗഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അതിൻ്റെ ആശയതലങ്ങളിലേക്ക് ചെന്ന് നോക്കുക. ചില ഇസ്മുകളൊക്കെ സിമിലാരിറ്റിയാണ്, ഒരേപോലെയുള്ള ഇസ്മുകളാണ്. ബാരി, ഖാലിഖ്, മുസവ്വിർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഏകദേശം ആശയത്തിലേക്ക് നോക്കുമ്പോൾ ഒരേപോലെ. അതിൻ്റെ അടുക്കുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കുക. അള്ളാഹിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. അതൊക്കെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, സ്നേഹം ഉണ്ടാകാൻ കാരണമാകും അല്ലേ? അള്ളാഹുവിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുക, അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുന്നത് അത്തരം ആളുകളാണ് അതൊക്കെ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇത്തരം അമലുകളെ കൊണ്ടൊക്കെ നമുക്ക് വലിയ രക്ഷയും മോക്ഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ നേരിട്ട് വരുന്നവരിലും അല്ലാത്തവരിലൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. നിങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്ന നമ്മുടെ നൂറെ മദീനയുടെ മജ്‌ലിസിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ. നമ്മളെല്ലാ ദിവസവും മജ്‌ലിസിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്, നമ്മളെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നുണ്ട്, സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ നിയ്യത്ത് വെക്കുന്നുണ്ട്. ആ നിയ്യത്ത് വെച്ചിട്ട് ആ നിയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ ഉടനെ ദുആ ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ മജ്‌ലിസിൽ അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിത വിജയം ലഭിക്കാൻ, നമുക്ക് വലിയ ബറക്കത്ത് ഉണ്ടാകാനൊക്കെ കാരണമാകുന്നതാണ്. സൂറത്തുൽ ഫത്ത്ഹ് എന്നൊക്കെ പറയുമ്പോൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അതിൻ്റെ ഓരോ ആയത്തിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. അതല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞത്. സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ, ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ വിജയം എന്നുള്ളതാണ്. സ്വലാത്തുൽ ഫാത്തിഹ് വിജയത്തിൻ്റെ സ്വലാത്താണ്. യാ ഫത്താഹ് എന്നുള്ളത് വിജയത്തിൻ്റെ ഇസ്മാണ്, വിജയത്തിൻ്റെ സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫത്ത്ഹ് എന്നുള്ളത്. അത് ഓതി ഓതി കാണാതെ പഠിച്ചവരൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നപ്പോൾ ഉസ്താദ് 21 തവണ സൂറത്തുൽ ഫത്ത്ഹ് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോനോടും ചെല്ലാൻ പറഞ്ഞു. മോനും അത് ചെയ്തു എന്ന് പറഞ്ഞു. 22 വയസ്സുള്ള മോനാ. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അവനും അത് ചെയ്തു, അവൻ്റെ ഉമ്മയും അത് ചെയ്തു. നല്ല ജോലിയുള്ള റാഹത്തുള്ള ജോലി കിട്ടുകയും ചെയ്തു. അതൊക്കെ ചില അത്ഭുതങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ജയിലിലകപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുക്കലൊക്കെ. ഇവിടെ ജയിലിൽ ഒരിക്കലും രക്ഷ കിട്ടൂല എന്ന് കരുതിയിരുന്ന് പിന്നെ പെട്ടെന്ന് ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ ചില അമലുകളൊക്കെ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് മോചിതരായിട്ട് ആ ജയിലിലകപ്പെട്ട ആ മകനുമായിട്ട് ഇവിടെ നേരിട്ട് വന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മഹത്വമല്ല, അത് നമ്മൾ ചൊല്ലുന്ന ഓതുന്നതിൻ്റെ വളരെ സവിശേഷമായ ചില പ്രത്യേകതകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നല്ല റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. ഇത്തരം അമലുകളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് കിട്ടാൻ കാരണമാകും. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.